ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഉഷാ രഘുനന്ദനൻ. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് കേരള സിലബസിലെ 9th സ്റ്റാൻഡേർഡിലെ ഹാഫ് ഇയർലി ചോദിച്ച മാത്സിലെ ചോദ്യ പേപ്പറാണ്. അതിൽ ആദ്യത്തെ 14 ചോദ്യങ്ങൾ നമ്മൾ ഓൾറെഡി 2024 ആദ്യത്തെ 14 ചോദ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. ഇനി 15th പ്രോബ്ലം മുതലാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. 15th പ്രോബ്ലം എന്ന് പറയുന്നത് ഇതാണ്: The length of one side of a rectangle is 2 units more than the length of the other side. ഒരു ചതുരത്തിന്റെ ഒരു വശത്തേക്കാൾ മറ്റേ വശം 2 യൂണിറ്റ്സ് കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഷോർട്ടർ സൈഡ്, ചെറിയ സൈഡ്, ചതുരത്തിന്റെ ചെറിയ സൈഡ് റെക്ടാങ്കിൾ എക്സ്, വാട്ട് ഈസ് എ ലോങ്ങർ സൈഡ്? ചെറിയ വശം എക്സ് എടുത്താൽ ലോങ്ങർ സൈഡ് എത്രയായിരിക്കും? ഒരു വശം എക്സ് ആണെങ്കിൽ മറ്റേ വശം അതിലും 2 യൂണിറ്റ് കൂടുതലാണെന്ന് തന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഒരു ചതുരത്തിലെ ഒരു വശം എക്സ് ആണെങ്കിൽ ആ വലിയ വശം എത്രയായിരിക്കും? അതിൽ 2 യൂണിറ്റ് കൂടുതലാന്ന് പറഞ്ഞാൽ ഏത് ഓപ്ഷനാണ് വരിക? x+2 ആണ് വരിക അല്ലെ. 2 യൂണിറ്റ് കൂടുതലാണെങ്കിൽ എക്സിൽ 2 യൂണിറ്റ് കൂട്ടി കഴിഞ്ഞാൽ x+2 എന്ന് കിട്ടും. ഇനി ബി പാർട്ട്: ടേക്കിംഗ് ദ ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ ആസ് a of x. Write the relation between x and a of x as an equation. പരപ്പളവ്, ചതുരത്തിന്റെ പരപ്പളവ് a of x ആണെങ്കിൽ എക്സും a of x തമ്മിലുള്ള ബന്ധം ഒരു സമവാക്യമായിട്ട് എഴുതാനാണ് പറയുന്നത്. അപ്പോ a of x എന്ന് പറയുന്നത് ബി പാർട്ടാണ് നമ്മൾ പറയുന്നത്. a of x എന്ന് പറയുന്നത് നീളം ഇൻറ്റു വീതിയാണ് അല്ലെ. നമുക്കറിയാം ചതുരത്തിന്റെ പരപ്പളവ് ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പൊ ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്ത് ആ എക്സ്പ്രഷനെ എന്താക്കുക? ഒരു ഇക്വേഷൻ ആക്കുക. സോ എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു 2 വിൽ ബി 2x. അപ്പൊ നമുക്ക് ഇവിടെ a of x എന്ത് കിട്ടി? എക്സ് സ്ക്വയർ പ്ലസ് 2x എന്ന് കിട്ടി. ഇനി സി പാർട്ട് എന്താണ് ചോദ്യം? കാൽക്കുലേറ്റ് a of 10. അപ്പൊ ഈ എക്സിന്റെ സ്ഥാനത്ത് 10 കൊടുത്താൽ ഏരിയ എത്രയായിരിക്കും? a of 10 ഈസ് ഈക്വൽ ടു എക്സിന്റെ വാല്യൂ 10 കൊടുത്താൽ 10 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 10 വിച്ച് ഈസ് ഈക്വൽ ടു 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100 പ്ലസ് 2 ഇൻറ്റു 10 20 which is equal to 120. അപ്പോൾ a of 10 എത്ര കിട്ടി? 120 എന്ന് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഫൈൻഡ് ദ നമ്പേഴ്സ് ഡിനോട്ടിംഗ് ദ പോയിന്റ്സ് which is at a distance of 7 units away from the point labeled 0 on the number line. അപ്പോൾ എ പാർട്ട് എന്താ പറയുന്നത്? ഒരു നമ്പർ ലൈൻ നമുക്കറിയാം അല്ലെ. ഒരു നമ്പർ ലൈനിൽ 0 മിഡിൽ പോർഷനിലാണ് വരിക. നമ്മൾ റൈറ്റ് സൈഡിലേക്ക് പോകുന്തോറും നമ്പർ ഇൻക്രീസ് ആയിട്ട് പോകും. ബിക്കോസ് ഓൾ ദ നമ്പേഴ്സ് ആർ പോസിറ്റീവ് അല്ലെ. ഇവിടെ എല്ലാ പോസിറ്റീവ് നമ്പേഴ്സ് ആണ്. ഇവിടെ +7 എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം. പിന്നെന്താ പറയുന്നത്? അപ്പൊ ലെഫ്റ്റ് സൈഡിൽ പോകുന്തോറും നെഗറ്റീവ് നമ്പേഴ്സ് ആവും, ഡിക്രീസ് ആയി പോകും. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ കൊടുക്കാം? -7 കൊടുക്കാം. അപ്പൊ നമ്പർ ലൈനിൽ നമ്മൾ ഡിനോട്ട് ചെയ്യുമ്പോൾ 0യിൽ നിന്ന് ഡിനോട്ട് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡ് ആണെങ്കിൽ +7ഉം ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ -7 എന്നായിരിക്കും. ഇനി ബി ക്വസ്റ്റ്യൻ: ഫൈൻഡ് എക്സ് സാറ്റിസ്ഫൈങ് ദ ഇക്വേഷൻ മോഡ് ഓഫ് എക്സ് ആണ്. ഇവിടെ മോഡ് ഓഫ് എക്സ് മൈനസ് 5. മോഡ് ഓഫ് എക്സ് മൈനസ് 5 ഈസ് ഈക്വൽ ടു 3. അപ്പൊ മോഡുലസ് എക്സ് ആയതുകൊണ്ട് മോഡ് ഓഫ് എക്സ് മൈനസ് 5 ആയതുകൊണ്ട് ഒന്നില്ലെങ്കിൽ എക്സ് മൈനസ് 5 ഈസ് ഈക്വൽ ടു +3 ആവാം, അല്ലെങ്കിൽ എക്സ് മൈനസ് 5 ഈസ് ഈക്വൽ ടു -3 ആവാം. അപ്പൊ ഈ രണ്ട് കണ്ടീഷനിന്റെയും നമുക്ക് എന്ത് ചെയ്യാം? എക്സിന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പൊ ഈ ഇക്വേഷൻ എക്സിന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ എക്സ് ഈക്വൽ ടു 3 അവിടെ ഉണ്ട്. ഈ -5 നമ്മൾ റിമൂവ് ചെയ്തിട്ട് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇറ്റ് വിൽ ബിക്കം +5. സോ എക്സ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 8 എന്ന് കിട്ടും. ഓക്കെ. ഇനി നെക്സ്റ്റ് എക്സ് ഈക്വൽ ടു ഇവിടെ ഓൾറെഡി -3 ഉണ്ട്. -5 ഇവിടേക്ക് ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ +5 ആയി മാറും. സോ ദ വാല്യൂ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2. വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ചെക്ക് ചെയ്യാം നമ്മുടെ വാല്യൂ കറക്റ്റ് ആണോ എന്ന്. 8 - 5 3 അല്ലെ. +3 അവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. സോ 8 കറക്റ്റ് ആണ്. ഇനി നമ്മൾ 2 കൊടുത്താൽ 2 - 5 എന്ന് പറയുന്നത് -3 ആണ്. മോഡ് -3 എന്ന് പറഞ്ഞാൽ ഔട്ട് സൈഡ് എടുത്താൽ മോഡുലസിന്റെ വാല്യൂ എന്തായിരിക്കും? പോസിറ്റീവ് ആയിട്ടാണ് കിട്ടുക. സോ അവിടെ നമുക്ക് എന്താണ്? 3 വാല്യൂ കിട്ടുന്നത്. അപ്പൊ എക്സിന് നമുക്ക് 2 വാല്യൂ ഇവിടെ കിട്ടുന്നുണ്ട്. ഏതാണ്? 8 and 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: 3 times of a number added to 5 times of another number gives 86. അപ്പൊ ഒരു സംഖ്യയിൽ മറ്റേ സംഖ്യ കൂട്ടണം. അപ്പൊ 2 സംഖ്യയാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ലെറ്റ് ദ നമ്പേഴ്സ് ബി
എക്സ് ആൻഡ് വൈ. ആ സംഖ്യ നമുക്ക് എക്സും വൈയും ആണ് എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ 3 ടൈംസ് എ നമ്പർ, ഒരു സംഖ്യയുടെ 3 ടൈംസും അത് എന്താണ് കൂട്ടുന്നത്, അതിൽ 5 ടൈംസ് അനദർ നമ്പർ, വേറെ സംഖ്യയുടെ 5 ടൈംസും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 86 ആണെന്ന് അവിടെ ചോദ്യത്തിൽ പറയുന്നുണ്ട്. ലെറ്റ് ദാറ്റ് ബി ഇക്വേഷൻ നമ്പർ 1. അങ്ങനെ നമുക്ക് ഒരു സമവാക്യം കിട്ടി. ഇനി അടുത്ത എന്താ പറയുന്നത്, വെൻ 2 ടൈംസ് ഓഫ് എ സെക്കൻഡ് നമ്പർ, ശ്രദ്ധിക്കണം, നമ്മൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം, എന്താണ് 2 ടൈംസ് ഓഫ് സെക്കൻഡ് നമ്പർ, രണ്ടാമത്തെ സംഖ്യയുടെ 2 ടൈംസ് ഈ സബ്ട്രാക്റ്റഡ് ഫ്രം 4 ടൈംസ് ഫസ്റ്റ് നമ്പർ. ആദ്യത്തെ സംഖ്യയുടെ 4 ഇരട്ടിയിൽ നിന്ന് രണ്ടാമത്തെ സംഖ്യയുടെ 2 ഇരട്ടി കുറയ്ക്കുമ്പോൾ എന്നാണ് അവിടെ പറയുന്നത്, ഗീവ്സ് 28. ഇക്വേഷൻ നമ്പർ 2. അപ്പോ ഫസ്റ്റ് ചോദ്യം അങ്ങനെയാണെങ്കിൽ എന്താണ്, ഫോം ഇക്വേഷൻസ് ബേസ്ഡ് ഓൺ ദ ഗീവൻ സ്റ്റേറ്റ്മെന്റ്സ്. ഇക്വേഷൻ ഫോം ചെയ്യാൻ പറഞ്ഞു, നമ്മൾ ഫോം ചെയ്തു. അപ്പൊ എ ക്വസ്റ്റ്യൻ അവിടെ കഴിഞ്ഞു. ബി പാർട്ട് എന്താണ്, വാട്ട് ആർ ദ നമ്പേഴ്സ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്പേഴ്സ് ഏതെല്ലാം, ദാറ്റ് ഈസ് എക്സ്, നമ്മൾ ഗസ് ചെയ്ത നമ്പേഴ്സ്, ലെറ്റ് ദ നമ്പേഴ്സ് ബി എക്സ് ആൻഡ് വൈ എന്ന് കൊടുത്തില്ലേ, അപ്പൊ ആ നമ്പർ എക്സ് ആൻഡ് വൈ ഏത് നമ്പേഴ്സ് ആയിരിക്കും എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ അത് കണ്ടുപിടിക്കാൻ നമ്മൾ ഇത് പെയർ ഓഫ് ഇക്വേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലാണ്, ഫസ്റ്റ് ചാപ്റ്ററിലാണ് നമ്മൾ എന്താ ചെയ്തിരുന്നത്, ഒന്നില്ലെങ്കിൽ ഫസ്റ്റ് പാർട്ട്, ദാറ്റ് ഈസ് എക്സ് വേരിയബിളിന്റെ ഉള്ള നമ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യും, കോയിഫിഷ്യന്റിനെ സെയിം ആക്കും, അല്ലെങ്കിൽ വൈ കോയിഫിഷ്യന്റ് എന്തായിരിക്കും, സെയിം ആക്കും. അപ്പൊ ഇവിടെ ഞാൻ ഫസ്റ്റ് എക്സിന്റെ കോയിഫിഷ്യന്റിനെയാണ് സെയിം ആക്കാൻ പോണത്. അപ്പൊ അങ്ങനെ ആവുമ്പോ നമുക്ക് നോക്കി നോക്കൂ, ഫസ്റ്റ് ഇക്വേഷൻ. ഇനി ഞാൻ ഈ ഒരു ഇക്വേഷൻ, ഇപ്പൊ 3നെ ഞാൻ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്, മൾട്ടിപ്ലൈ ബൈ 4. അപ്പൊ എനിക്ക് എന്ത് കിട്ടും, 12 കിട്ടും അല്ലെ. അപ്പൊ ഇവിടെ 12 കിട്ടിയ ഇവിടെയും താഴെയും എനിക്ക് 12 ആക്കണമെങ്കിൽ ഞാൻ ഈ ഇക്വേഷനെ എന്ത് ചെയ്യും, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് അവിടെയും 12 കിട്ടും. ഇനി എന്തൊക്കെ മാറ്റങ്ങൾ വന്നു ഇക്വേഷനിൽ, ഇതിനെ നമുക്കൊന്ന് എഴുതി നോക്കാം. 4 × 3 ഹോൾ ഇക്വേഷൻ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഹോൾ ഇക്വേഷനെ എന്താക്കി മാറ്റണം, മൾട്ടിപ്ലൈ ചെയ്യണം. 4 കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാണ്. ഫസ്റ്റ് ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, 12x പ്ലസ് 4 × 5 20y ഈസ് ഈക്വൽ ടു 86 × 4 24 2 34 അല്ലെ. ഇനി ഇവിടെ രണ്ടാമത്തെ ഇക്വേഷൻ 3 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 4 × 3 12 6y ഈക്വൽ ടു 24 84 ഇങ്ങനെ കിട്ടും. ഇങ്ങനെ കിട്ടിയിട്ട് ഇപ്പൊ എന്താ ചെയ്യാ, നമ്മള് ഒന്ന് സബ്ട്രാക്ട് ചെയ്യണം. കാരണം നമുക്ക് ഒരു പാർട്ട് ഇവിടുന്ന് എലിമിനേറ്റ് ചെയ്ത് കളയണം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഒരു പാർട്ടിനെ സെയിം ആക്കിയത്. ഇപ്പൊ ഇവിടെ നോക്കി നോക്കൂ, നമുക്ക് സെയിം ആയിട്ട് 12x കിട്ടി. സോ നമ്മൾ രണ്ട് ഇക്വേഷനും സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 12x അവിടുന്ന് റിമൂവ് ആയി പോകും, എലിമിനേറ്റ് ആയി പോയി അല്ലെ. ഇനി ഇവിടെ 20y ഇവിടെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, 20y -20 -6 ആണ്. മൈനസും മൈനസും വരുമ്പോൾ പ്ലസ് ആവും. അപ്പൊ 20 + 6 എത്രയാണ്, 26y ഈസ് ഈക്വൽ ടു 344 84 പോയാൽ 260. അപ്പോ 26y എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി, 260 കിട്ടി. സോ y എന്ന് പറയുന്നത് 260 ഡിവൈഡഡ് ബൈ 26 എത്രയാണ്, 10 കിട്ടി. അപ്പൊ y-ന്റെ വാല്യൂ നമുക്ക് ഇവിടെ 10 കിട്ടി. ഒരു വാല്യൂ കിട്ടിയാൽ രണ്ടാമത്തെ വാല്യൂ നമുക്ക് സുഖമായിട്ട് കണ്ടുപിടിക്കാലോ. ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ടിങ് y ഈസ് ഈക്വൽ ടു 10 ഇൻ ഇക്വേഷൻ 1. ഞാൻ ഇപ്പൊ ഈ ഇക്വേഷൻ 1ലാണ് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോണത്. അപ്പോ ഈ ഒരു ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും നോക്കാം. 3x + 5 × y-ന്റെ വാല്യൂ ഞാൻ ഇവിടെ 10 കൊടുത്തു, ഈസ് ഈക്വൽ ടു 86. സോ 3x + 50 ഈസ് ഈക്വൽ ടു 86. 3x ഈസ് ഈക്വൽ ടു 86 - 50 എത്ര കിട്ടും, 36 എന്ന് കിട്ടും. അപ്പൊ x-ന്റെ വാല്യൂ 36 ഡിവൈഡഡ് ബൈ 3 12 എന്ന് കിട്ടും. അപ്പൊ x എന്ത് കിട്ടി, നമ്മളോട് അതന്നെ ചോദിച്ചിരിക്കുന്നത്. എന്താണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്, വാട്ട് ആർ ദ നമ്പേഴ്സ്. സോ ദ നമ്പേഴ്സ് ആർ 12 ആൻഡ് 10. സോ x ഈക്വൽ ടു 12 എന്നും കിട്ടി, y ഈസ് ഈക്വൽ ടു 10 എന്നും കിട്ടി. അപ്പൊ രണ്ട് വാല്യൂ നമുക്ക് ഇവിടെ കിട്ടി. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട്
ചെയ്യുക, നല്ലോണം പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഇനി നമ്മൾ കുറച്ച് ചോദ്യങ്ങളും ചെയ്ത് എടുക്കാറുണ്ട്. അത് നമ്മൾ അടുത്ത വീഡിയോ ഡിസ്കസ് ചെയ്യും. Till then, bye.